കുന്നംകുളത്തും അത്താണിയിലും ആനകളിടഞ്ഞു. കുന്നംകുളം തെക്കേപ്പുറം മാക്കാലിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ആനയിടഞ്ഞത്. അത്താണിയിൽ ഇടഞ്ഞ ആന വൈദ്യുതി തൂണും തെങ്ങും കുത്തിമറിച്ചിട്ടു. പത്മശ്രീ IM വിജയന് തൃശൂർ പൌരാവലിയുടെ സ്നേഹാദരം. തൃശൂരിനും മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമാണ് IM വിജയനെന്ന് കെ രാധാകൃഷ്ണൻ MP. തനിക്ക് ലഭിച്ചതിൽ ഏറ്റവും മികച്ച സ്വീകരണമാണ് തൃശൂരിൽ ലഭിച്ചതെന്ന് IM വിജയൻ. അതിരപ്പള്ളിയിൽ ഒരു കാട്ടാനയ്ക്ക് കൂടി പരിക്കേറ്റതായി കണ്ടെത്തി. ജനവാസ മേഖലയിലെ സ്ഥിര സാന്നിധ്യമായ ഏഴാറ്റുമുഖം ഗണപതിക്കാണ് പരിക്കേറ്റത്. പാലപ്പള്ളി ചൊക്കനയിൽ വീട്ടുമുറ്റത്ത് കാട്ടാനിറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. ചാവക്കാട് വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ചുമർ കുത്തി തുറന്ന് മോഷണ ശ്രമം. ബീച്ച് റോഡിലെ മായൻ ബേബി എന്ന സ്ഥാപനത്തിലാണ് മോഷണ ശ്രമം നടന്നത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണിക്ക് കൊടിയേറി. വേലൂർ മണിമലർക്കാവ് കുംഭഭരണി വേല വർണ്ണാഭമായി. നമസ്കാരം. വാർത്തകൾ വിശദമായി. കുന്നംകുളം തെക്കേപ്പുറം മാക്കാലിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. കൊമ്പൻ തടത്താവിള ശിവനാണ് ഇടഞ്ഞത്. എഴുന്നള്ളിപ്പിനിടെ ആന അനുസരണക്കേട് കാട്ടുകയായിരുന്നു. ഏറെ നേരം കുന്നംകുളം 5 റോഡിലെ കോടതിപ്പടയിൽ നിലയുറപ്പിച്ച ആനയെ പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ചേർന്ന് തളച്ചു. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അത്താണി മിണാലൂരിൽ ആനയിടഞ്ഞു. മിണാലൂർ സ്വദേശി പാട്ടത്തിനടുത്ത ഊക്കൻസ് കുഞ്ചുവാണ് ഇടഞ്ഞത്. കുളിപ്പിച്ചു കൊണ്ടുവരുന്നതിനിടെ മിണാലൂർ സെന്ററിൽ വെച്ച് ഇടഞ്ഞ ആന വൈദ്യുതി തൂണും തെങ്ങും കുത്തിമറിച്ചിട്ടു. എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തി ആനയെ തളച്ചു. തൃശൂരിന് മാത്രമല്ല കേരളത്തിനും ഇന്ത്യയ്ക്കും അഭിമാനമാണ് IM വിജയനെന്ന് കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. പത്മശ്രീ ജേതാവ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയനെ തൃശൂർ വാക്കേഴ്സ് ക്ലബിന്റെയും വെറ്ററൻസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ തൃശൂർ പൌരാവലി സുവർണ ബോൾ നൽകി ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. അപാരമായ കഴിവും വ്യക്തിത്വവുമുള്ള വിജയൻ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്താണ് ഇന്ത്യയുടെ അഭിമാന താരമായി മാറിയത്. സ്പോർട്സ് എന്നത് കക്ഷിരാഷ്ട്രീയ മതചിന്തയ്ക്ക് അതീതമാണ്. താനും ഒരു സ്പോർട്സ് താരമായിരുന്നുവെന്നും നല്ല ഭക്ഷണവും സാഹചര്യവും ലഭിച്ചിരുന്നെങ്കിൽ താനും ഒരുപക്ഷെ സ്പോർട്സ് രംഗത്ത് ഉയരങ്ങളിലെത്തിയേനെയെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. തൃശൂർ ടൗൺഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. തൃശൂരിന്റെ അഭിമാനവും കേരളത്തിന്റെ അംഗീകാരവുമായ IM വിജയൻ സ്വന്തം ഇഷ്ടം നടപ്പാക്കുന്ന വ്യക്തിത്വമാണെന്നും അദ്ദേഹത്തിന് ആദരവായി 49 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്പോർട്സ് കോംപ്ലക്സിന്റെ പണി പൂർത്തിയായി വരുന്നതായും മേയർ പറഞ്ഞു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായിരുന്നു. വെറ്ററൻസ് ക്ലബ്ബ് പ്രസിഡന്റ് TS പട്ടാഭിരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡിവിഷൻ കൌൺസിലർ റെജി ജോയ്, മുൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ, മാർട്ടിൻ മാത്യു, KM പരമേശ്വരൻ, PK ജലീൽ, തോമസ് കോനിക്കര, അഡ്വക്കേറ്റ് അക്കിലസ് തുടങ്ങിയവർ സംസാരിച്ചു. തനിക്ക് ലഭിച്ചതിൽ ഏറ്റവും മികച്ച സ്വീകരണമാണ് തൃശൂരിൽ ലഭിച്ചതെന്നും അതിന് എല്ലാവരോടും നന്ദിയുണ്ടെന്നും മറുപടി പ്രസംഗത്തിൽ പത്മശ്രീ IM വിജയൻ പറഞ്ഞു. 7 ലക്ഷത്തോളം രൂപ വില വരുന്ന 8.5 പവൻ തൂക്കമുള്ള സുവർണ ബോളാണ് വിജയന് സമർപ്പിച്ചത്. ആദരിക്കൽ ചടങ്ങിന് മുന്നോടിയായി പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ഘോഷയാത്രയായാണ് IM വിജയനെ ടൗൺ ഹാളിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. TCV ന്യൂസ്, തൃശൂർ. കാലിന് പരിക്കുള്ള കാട്ടാന ഏഴാറ്റുമുഖം ഗണപതിയെ ചൊവ്വാഴ്ച പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വാടാമുറി തേക്ക് തോട്ടത്തിൽ വനപാലകർ കണ്ടെത്തി. ചെറിയ മുടന്നുണ്ടെങ്കിലും വലതുകാൽ നിലത്തമർത്തിയാണ് ആന നടക്കുന്നതെന്ന് 2 ദിവസമായി നിരീക്ഷണം നടത്തുന്ന വനപാലകർ അറിയിച്ചു. മറ്റാനകളുടെ കൂട്ടത്തിലാണ് ഗണപതിയെ കണ്ടത്. വൈൽഡ് ലൈഫ് ഓഫീസർമാരായ ഡോക്ടർ ബിനോയ് C. ബാബു, ഡോക്ടർ മിഥുൻ OV, ഡോക്ടർ ഡേവിഡ് എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലാണ് 2 ദിവസമായി നിരീക്ഷണം നടത്തുന്നത്. തിങ്കളാഴ്ച ഉച്ചയോടെ ഡോക്ടർമാർ നിരീക്ഷണത്തിനുണ്ടെങ്കിലും ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് ആനയെ കണ്ടെത്തിയത്. ഞായറാഴ്ച മറ്റൊരിടത്ത് വെച്ച് വനപാലകർ കൊമ്പനെ കാണുമ്പോൾ വലതുകാൽ അമർത്തി നടക്കുന്നതിൽ പ്രയാസപ്പെടുന്ന നിലയിലായിരുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ സ്ഥിരമായി എത്തുന്ന ഗണപതിക്ക് എന്തെങ്കിലും
കമ്പിവേലിയിൽ ചവിട്ടിയപ്പോൾ പാദത്തിൽ മുറിവുണ്ടായെന്ന് അനുമാനിക്കുന്നത്. വീണ്ടും ആനയെ നിരീക്ഷിക്കാൻ വാഴച്ചാൽ ഡിഎഫ്ഒ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലപ്പിള്ളി ചൊക്കനയിൽ വീട്ടുമുറ്റത്ത് കാട്ടാനയിറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. 1 മണിക്കൂറോളം മുറ്റത്ത് നിലയുറപ്പിച്ച ആനയെ നാട്ടുകാർ പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയും കാട്ടിലേക്ക് കയറ്റി. ചൊക്കന ക്ലബിന് സമീപത്ത് താമസിക്കുന്ന വട്ടോളി മുഹമ്മദ് അലിയുടെ പാഡിയിലാണ് കൊമ്പൻ ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്ന ആനക്കൂട്ടത്തിൽ നിന്ന് ഒരു കൊമ്പൻ പാഡിയിലെത്തുകയായിരുന്നു. ഇവിടെയുണ്ടായിരുന്ന വാഴയും ചക്കയും അകത്താക്കിയ ആന 1 മണിക്കൂറോളമാണ് മുറ്റത്ത് നിലയുറപ്പിച്ചത്. മുൻപും ഇതേ ആന ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് വീട്ടുകാർ പറയുന്നു. കൊമ്പന്റെ അരികിലേക്ക് ആനക്കൂട്ടം എത്തുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. ആനയെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് കയറ്റിയത്. ഗുരുവായൂർ കോട്ടപ്പടിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കോട്ടപ്പടി സ്വദേശി ചീരൻ ഷെല്ലി ബാബു, എളവള്ളി സ്വദേശി വടുക്കൂട്ട് വിനോജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വിനോജ് ഭാര്യ വീടിന് സമീപത്തുനിന്ന് വാഹനത്തിൽ വിറക് കയറ്റിക്കൊണ്ടിരിക്കെ ഓടിയെത്തിയ കാട്ടുപന്നി ഇരുവരെയും ഇടിച്ചിടുകയായിരുന്നു. ആക്രമണത്തിൽ കാലിന് പരിക്കേറ്റ ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി. ചാവക്കാട് ബീച്ച് റോഡിൽ കുട്ടികളുടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ചുമർ കുത്തിത്തുറന്ന് മോഷണ ശ്രമം. ചാവക്കാട് ബീച്ച് റോഡിലെ മായൻ ബേബി എന്ന സ്ഥാപനത്തിലാണ് മോഷണ ശ്രമം നടന്നത്. രാവിലെ സ്ഥാപനത്തിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് എക്സോസ്റ്റ് ഫാൻ ഘടിപ്പിച്ച ചുമർ ഭാഗം തുറന്ന നിലയിൽ കണ്ടത്. കടയിൽ നിന്ന് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പാർട്ട്ണർ എം.എ. ശുവൈബ് പറഞ്ഞു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഏതാനും നാളുകളായി മേഖലയിൽ കടകളിൽ മോഷണം വ്യാപകമായി വരുന്നത് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും ഇതിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോജി തോമസ് പറഞ്ഞു. രാവിലെ നമ്മുടെ സ്റ്റാഫുകൾ വന്നിട്ട് തുറക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കാണുന്നത്. അവിടെ നമ്മൾ പഞ്ച് ചെയ്യണതിൻ്റെ സൈഡിൽ തന്നെ ഒരു എക്സോസ്റ്റ് ഫാൻ ഉണ്ട്. അത് പൊളിച്ചിട്ട് അവർ ചുമരും കൂടി തിക്കിയിട്ടാണ് കയറിയത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ആൾ ചാടിയൊക്കെയാണ്. അവിടെയൊക്കെ നടന്നു പോയിട്ടുണ്ട്. നമുക്കൊന്നും മിസ്സായിട്ടൊന്നുമില്ല. ആളെ CCTV ആ സമയത്ത് എന്തോ ഓഫായേക്കാണ് നമുക്ക്. അപ്പോൾ ആളുടെ പിക്ചറൊന്നും കിട്ടിയിട്ടില്ല. പോലീസുകാർ വന്നായിരുന്നു, അവർ അന്വേഷിക്കേണ്ടതിനെ പറ്റിയിട്ട്. രൗദ്രതയുടെ ആഘോഷമായ മീനഭരണിയുടെ വരവറിയിച്ച് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ ചെറുഭരണിക്ക് കൊടികയറി. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുഭരണി കൊടിയേറ്റം ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കിയാണ് നടന്നത്. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ ആനന്ദനും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. വലിയ തമ്പുരാൻ നൽകിയ അധികാര ചിഹ്നമായ പവിഴമാല ധരിച്ചാണ് ആനന്ദനും സംഘവും എത്തിയത്. ഇവർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലെത്തിയതോടെ അടികൾമാരും ക്ഷേത്ര ജീവനക്കാരും ഭക്തജനങ്ങളുമടക്കം പ്രദക്ഷിണ വഴിയൊഴിഞ്ഞ് കാത്തുനിന്നു. ആനന്ദനും അനന്തരാവകാശിയും 3 വട്ടം ക്ഷേത്ര പ്രദക്ഷിണ നടത്തിയ ശേഷം വടക്കേ നടയിലെ കോഴിക്കല്ലിൽ പട്ടും താലിയും സമർപ്പിച്ച് ദേവിയെ വണങ്ങി. ഇതോടെ ക്ഷേത്രത്തിലെ ആൽമരങ്ങളിലും പന്തലുകളിലും കൊടിക്കൂറകൾ ഉയർന്നു. മാർച്ച് 31-നാണ് അശ്വതി കാവ് തീണ്ടൽ. ഭരണി നാളിലെ വെന്നിക്കൊടി നാട്ടലോടെ മീനഭരണി മഹോത്സവം സമാപിക്കും. വേലൂർ മണിമലർക്കാവ് കുംഭഭരണി വേല വർണ്ണാഭമായി. ദേശകുതിരകളും ഉത്സവ കുതിരകളുമടക്കം 15 കുതിരകൾ കാവേറി. ജാതി മതത്തിനതീതമായി 10,000ങ്ങളാണ് നാദവർണ്ണങ്ങൾ പെയ്തിറങ്ങിയ ഭരണിവേലയ്ക്കെത്തിയത്. അശ്വതി ഭരണി കാർത്തിക നാളുകളിലാണ് കുതിരവേല ആഘോഷിക്കുന്നത്. അശ്വതി നാളിൽ വേലൂർ ദേശത്തിരിക്കുതിര, അയ്യപ്പൻകാവ് കുട്ടിക്കുതിര, വേലൂർ അമ്പലവട്ടം ദേശകുതിര എന്നിവ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഭരണിവേലയിൽ തയ്യൂർ, തണ്ടിലം, RMS നഗർ, എരുമപ്പെട്ടി, പാത്രമംഗലം, പഴവൂർ, വെള്ളാറ്റന്നൂർ, കരിയന്നൂർ എന്നീ ദേശകുതിരകളും വേലൂർ ഹഷ്മി, ഐമൂ നഗർ, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, കുറുമാൽ, ശാന്തി നഗർ തുടങ്ങിയ ഉത്സവ കമ്മിറ്റി കുതിരകളും കുട്ടിക്കുതിരകളും ക്ഷേത്രത്തിൽ എത്തി. പഞ്ചവാദ്യം, ശിങ്കാരിമേളം, ചെണ്ടുകാവടി, നാടൻ കലാരൂപങ്ങൾ എന്നിവ കുതിരവരവിന് അകമ്പടിയേകി. തുടർന്ന് വേലയുടെ പ്രധാന ആകർഷണമായ പ്രസിദ്ധമായ അരിഞ്ഞാലത്തിന് തിരികൊളുത്തി. പെരുവനം സതീശൻ മാരാരുടെ നേതൃത്വത്തിൽ അരിപ്പറ മേളം നടന്നു. കാർത്തിക വേലയായ ബുധനാഴ്ച രാവിലെ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് കുതിരകൾ ഭഗവതിയോട് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ കുതിരവേലയ്ക്ക് സമാപനമാകും. ഒല്ലൂർ സെന്ററിൽ സ്കൂട്ടറിന് പിറകിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ചേർപ്പ് പാറക്കോവിൽ ശ്രീവത്സം വീട്ടിൽ 58 വയസ്സുള്ള സോമൻ വാര്യറാണ് മരിച്ചത്.
പെരുമ്പാവൂരിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി അതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന്റെ പിറകിലിടിക്കുകയായിരുന്നു. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മനക്കൊടിയിൽ നിർത്തിയിട്ട പെട്ടി ഓട്ടോറിക്ഷ കിണറിന്റെ ആൾമറ ഇടിച്ചു തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രി മനക്കൊടി ആശാരി മൂലയിലാണ് സംഭവം. വല്ലത്തുപറമ്പിൽ അജിതയുടെ വീടിന്റെ കിണറിലാണ് എയ്സ് ഓട്ടോ ഇടിച്ചു കയറിയത്. റോഡരികിൽ വാഹനം നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയ ഡ്രൈവർ തിരിച്ചു വന്നപ്പോഴാണ് വാഹനം കിണറിൽ ഇടിച്ചു നിൽക്കുന്ന നിലയിൽ കണ്ടത്. അപകടത്തിൽ കിണറിന്റെ ആൾമറ തകർന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. ഇറക്കമുള്ള റോഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനം മുമ്പോട്ട് നിരങ്ങി നീങ്ങി തനിയെ കിണറിൽ വന്നിടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. മതിലകം കഴുവിലങ്ങിൽ യുവതി തൂങ്ങി മരിച്ച സംഭവത്തിൽ രണ്ടാം ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം രാജീവ് നഗർ സ്വദേശി ജോസഫിന്റെ മകൾ 34 വയസ്സുള്ള അനുവാണ് മരിച്ചത്. രണ്ടാം ഭർത്താവ് മതിലകം കഴുവിലങ്ങ് സ്വദേശി ചേനോത്തുപറമ്പിൽ പ്രശാന്തനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വീട്ടിലെ ജനൽ കമ്പിയിലാണ് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച ശേഷം 3 വർഷത്തോളമായി പ്രശാന്തിനൊപ്പം മതിലകം കഴുവിലങ്ങിലാണ് ഇവർ താമസിച്ചു വരുന്നത്. അനു മരിച്ചതറിഞ്ഞ് പ്രശാന്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെങ്കിലും നാട്ടുകാരും പോലീസും ചേർന്ന് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു. രണ്ടാം ഭർത്താവിന്റെ ഉപദ്രവവും പീഡനവും മൂലമാണ് അനു തൂങ്ങി മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സ്കൂട്ടർ യാത്രികരായ ദമ്പതികളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിലായി. വലപ്പാട് വട്ടപ്പരത്തി സ്വദേശി മുറിയപ്പുരയ്ക്കൽ വീട്ടിൽ സുമിത്തിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി കുട്ടമുഖം സ്വദേശി ബിജുവിനെയും ഭാര്യയെയും ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ഫെബ്രുവരി 26 രാത്രിയിലായിരുന്നു സംഭവം. വലപ്പാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ എബിൻ, പ്രൊബേഷൻ എസ്ഐ ജിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വരവൂർ തളി നടുവട്ടത്തെ സ്വകാര്യ മാലിന്യ പ്ലാന്റിലേക്ക് അറവ് അവശിഷ്ടങ്ങളുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. പ്രദേശവാസിയായ യുവാവിനെ മാലിന്യ വാഹനത്തിലുണ്ടായിരുന്നവർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി. തളി നടുവട്ടം പാറപ്പുറത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ മാലിന്യ പ്ലാന്റിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നുവരുന്നുണ്ട്. തിങ്കളാഴ്ച രാത്രിയിൽ അറവ് മാലിന്യങ്ങളുമായി വാഹനമെത്തിയപ്പോൾ നാട്ടുകാർ വാഹനം തടയുകയായിരുന്നു. ഇതിനിടയിലാണ് വാഹനത്തിലുണ്ടായിരുന്നവർ പ്രദേശവാസിയായ മുതുകാട്ടിൽ ശരത്തിനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ ശരത്തിന്റെ കയ്യിലെ എല്ലിന് പൊട്ടലുണ്ടായി. ഇയാൾ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചൊവ്വാഴ്ചയും പ്രതിഷേധം തുടർന്നു. സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിത, വൈസ് പ്രസിഡന്റ് കെ ബാബു എന്നിവർക്കെതിരെയും നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമുണ്ടായി. പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്ലാന്റിന് അനുകൂലമാണെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ രൂക്ഷമായി പ്രതികരിച്ചത്. പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് മാലിന്യ പ്ലാന്റ് പ്രവർത്തിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ അംഗം എം വീരചന്ദ്രൻ ആരോപിച്ചു. ഭരണകൂടം ഇതിനെ ഒത്താശ ചെയ്ത് അവർക്കിത് അറിഞ്ഞില്ല എന്ന ഒരു കാര്യം കൊണ്ട് മാത്രം ഇതൊരു എക്സ്ക്യൂസ് അല്ല. ഇന്ന് പഞ്ചായത്തിൽ നടക്കുന്ന മാലിന്യമുക്ത കേരളം എന്ന സർക്കാരിന്റെ പദ്ധതി അനുസരിച്ച് ഇന്ന് ഹരിത കർമ്മസേനയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ജില്ലയുടെ പുറമേയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും മാലിന്യം വഹിച്ചിട്ടുള്ള വാഹനം വരവൂർ പഞ്ചായത്തിലെ 12-ാം വാർഡ് നടുവട്ടത്ത് കൊണ്ടുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് ആവാസ വ്യവസ്ഥയ്ക്ക് ഇവിടെ ജനങ്ങൾ ദുസ്സഹമാകുന്ന രീതിയിലുള്ള ദുർഗന്ധം വമിക്കുന്ന ഒരു പ്ലാനിന് വേണ്ടി മൗനാനാഥം കൊടുത്തിരിക്കുകയാണ്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് മാലിന്യ പ്ലാന്റിനെതിരെയാണ് നിലകൊള്ളുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിത പറഞ്ഞു. മാലിന്യ പ്ലാന്റ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഇതിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടി ഉണ്ടാകുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇന്നലെ അവര് ട്രയൽ റൺ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയത്. ജനങ്ങളോട് പരാതിയെ തുടർന്ന് ഇത് ജില്ലാ കളക്ടർ ഈ ഒരു ശുചിത്വ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന രീതിയിൽ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേരിട്ട് വിളിക്കുകയും അദ്ദേഹം ഉടനെ തന്നെ ഇത് JDയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇത് അന്വേഷിക്കുകയും അടിയന്തരമായിട്ട് ഇന്നലെ അവിടെ പിടിച്ച മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടപടിയെടുക്കുകയാണ് ഉണ്ടായത്. സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി പോലീസും ജനകീയ സമിതി ഭാരവാഹികളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നിയമ നടപടി സ്വീകരിക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിന് ശേഷമാണ് മാലിന്യം നിറച്ച വാഹനം
നാട്ടുകാർ വിട്ടുകൊടുത്തത്. TC വിനോസ്, എരുമപ്പെട്ടി. വേലുപ്പാടം കവരംപിള്ളിയിൽ ഏക്കർ കണക്കിന് പറമ്പുകൾ കത്തിനശിച്ചു. 6 മണിക്കൂറിന് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സ്വകാര്യ വ്യക്തികളുടെ ഏക്കർ കണക്കിന് പറമ്പുകളാണ് കത്തിനശിച്ചത്. KFREയുടെ മുള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് തീ പടർന്നത്. നിരവധി മുളകൾ കത്തിനശിച്ചു. തൊഴിലാളികൾ ചേർന്ന് ഗവേഷണ കേന്ദ്രത്തിലെ തീ അണച്ചുവെങ്കിലും കാറ്റിന്റെ ശക്തിയിൽ സമീപത്തെ പറമ്പുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. പറമ്പുകളിലെ നിരവധി തെങ്ങ്, കവുങ്ങ്, റബ്ബർ, വാഴ, കശുമാവ് എന്നിവ കത്തിനശിച്ചു. നാട്ടുകാരും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരും വനപാലകരും ഫയർഫോഴ്സും ചേർന്നാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഫയർഫോഴ്സിന്റെ വാഹനത്തിന് തീപിടിച്ച സ്ഥലത്തേക്ക് എത്താൻ കഴിയാതിരുന്നത് പ്രതിസന്ധിക്കിടയാക്കി. ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വെള്ളം പമ്പ് ചെയ്യാതിരുന്നത് നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കി. ഇതിനിടെ മലയോര കർഷക സമിതി പ്രവർത്തകർ വാഹനത്തിൽ വെള്ളം എത്തിച്ച് തീയണയ്ക്കാൻ ശ്രമം നടത്തി. എന്നാൽ കവരംപിള്ളി കുന്നിന്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും പുക ഉയരുന്നതിനാൽ രാത്രിയിൽ വീണ്ടും തീ പടരാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. കേരള ആരോഗ്യ സർവകലാശാലയുടെ 20ാമത് ബിരുദദാന ചടങ്ങ് വ്യാഴാഴ്ച രാവിലെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ സാന്നിധ്യത്തിൽ നടക്കുമെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അറിയിച്ചു. ആരോഗ്യശാസ്ത്ര സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ പഠനം പൂർത്തിയാക്കിയ 9,947 പേർക്കാണ് ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകുക. അവരിൽ ബിരുദാനന്തര ബിരുദം, PG, ഡിപ്ലോമ, PhD എന്നിവ നേടിയ 1,189 പേർക്ക് ബിരുദദാന ചടങ്ങിനോടനുബന്ധിച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. ബാക്കിയുള്ളവർക്ക് തപാൽ വഴി അയച്ചു കൊടുക്കും. കൂടാതെ വിവിധ പരീക്ഷകളിൽ 1ാം റാങ്ക് നേടിയ 13 വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും ഫലകവും സമ്മാനിച്ച് ആദരിക്കും. 2010 മുതലുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഡിജി ലോക്കറിൽ അപ്ലോഡ് ചെയ്തെന്നും വൈസ് ചാൻസലർ അറിയിച്ചു. പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ CP വിജയൻ, രജിസ്ട്രാർ ഡോക്ടർ S ഗോപകുമാർ, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ഡോക്ടർ അനിൽകുമാർ, ഡീൻമാരായ ഡോക്ടർ R ബിനോജ്, ഡോക്ടർ ഷാജി, ഡോക്ടർ VV ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭ 10 ദിവസങ്ങളിലായി നടത്തിവരാറുള്ള പുഷ്പോത്സവം ഇത്തവണ ഏപ്രിലിൽ നടത്താൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. കരാറെടുക്കാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പുഷ്പോത്സവം ഏപ്രിലിലേക്ക് മാറ്റുന്നതെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അറിയിച്ചു. എന്നാൽ പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് നഗരസഭയുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഉത്സവം തുടങ്ങാൻ 5 ദിവസം മാത്രം ശേഷിക്കെയാണ് ഇക്കാര്യം അജണ്ടയിൽ വരുന്നത്. സംഘാടക സമിതി രൂപീകരിക്കുന്നതിന് മുമ്പ് പുഷ്പോത്സവം വിഷയം കൗൺസിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ചൂണ്ടിക്കാട്ടി. അവധിക്കാലമായതിനാൽ ഏപ്രിൽ മാസത്തിൽ വലിയ തിരക്കാണ് ഗുരുവായൂരിൽ അനുഭവപ്പെടുക. ഈ സമയത്ത് നഗരസഭയുടെ പാർക്കിംഗ് ഗ്രൗണ്ട് അടച്ചുകെട്ടി പരിപാടി നടത്തുമ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാകാതെ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നിലവിലെ പാർക്കിംഗ് അപര്യാപ്തത മൂലം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഗുരുവായൂരിൽ എത്താൻ മടിക്കുകയാണെന്നും ഉദയൻ പറഞ്ഞു. ഉത്സവ സമയത്ത് തന്നെ പുഷ്പോത്സവം നടത്താത്തതിനെ BJP കൗൺസിലർ ശോഭ ഹരിനാരായണൻ വിമർശിച്ചു. മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസുകൾ ഗുരുവായൂരിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ നഗരസഭ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സ്പെഷ്യൽ കൗൺസിൽ വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. TC വിനോസ്, ഗുരുവായൂർ. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ പൊട്ടിയ താൽക്കാലിക ബണ്ട് പുനർനിർമ്മിച്ചു. റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണത്തിനായി ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച താൽക്കാലിക മൺബണ്ടാണ് കഴിഞ്ഞയാഴ്ചയുണ്ടായ ശക്തമായ വേലിയേറ്റത്തിൽ തകർന്നത്. ഇതോടെ റെഗുലേറ്ററിന്റെ അടിയിൽ നിന്ന് ചെളിയും മണ്ണും നീക്കാൻ ഉപയോഗിച്ചിരുന്ന JCBയും കോൺക്രീറ്റ് മിക്സിംഗ് മെഷീനും അനുബന്ധ ഉപകരണങ്ങളും വെള്ളത്തിനടിയിലായി. റെഗുലേറ്ററിന്റെ അടിഭാഗം ആഴം കൂട്ടി ചെളി നീക്കി കുറച്ചുഭാഗം കോൺക്രീറ്റ് തുടങ്ങിയിരുന്നു. പൊട്ടിയ ബണ്ട് പുനർനിർമ്മിച്ചതോടെ വീണ്ടും അടിഭാഗത്തെ വെള്ളം വറ്റിക്കൽ പ്രവർത്തികൾ തുടങ്ങി. ഒരാഴ്ചയ്ക്കകം വെള്ളം മുഴുവനായും വറ്റിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5.4 കോടി രൂപ ചെലവിലാണ് റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള ചീരക്കുഴി ജലസേചന പദ്ധതിയുടെ ഭാഗമായ ചീരക്കുഴി റെഗുലേറ്ററിൽ സെഡിമെന്റേഷൻ സർവേ തുടങ്ങി. പ്രളയത്തിന് ശേഷം റെഗുലേറ്ററിൽ നിലവിലുള്ള ജലസംഭരണ ശേഷി തിട്ടപ്പെടുത്തുകയാണ് സർവേയുടെ പ്രധാന ലക്ഷ്യം. വെള്ളത്തിന്റെ അളവ് കണ്ടുപിടിക്കുന്നതിനായി ഇന്റഗ്രേറ്റഡ് ബാത്ത് മെട്രിക് സർവേക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്.
എക്കോ സൗണ്ടർ, GPS സംവിധാനങ്ങളുള്ള ബോട്ടിലൂടെ സഞ്ചരിച്ചാണ് സർവേ നടത്തുന്നത്. ജലസേചന വകുപ്പിന് കീഴിലുള്ള പീച്ചിയിലെ കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് സർവേ. സർവേ റിപ്പോർട്ട് ചീരക്കുഴി സബ് ഡിവിഷന് കൈമാറും. ഗായത്രി പുഴയിലേക്ക് മറ്റൊരു കൈവഴി ചേരുന്ന പഴമ്പാലക്കോട് വരെ ബോട്ടിൽ സഞ്ചരിച്ചാണ് പഠനം നടത്തുക. ഭാരതപ്പുഴയുടെ പോഷകനദിയായ ഗായത്രി പുഴയിൽ നിർമ്മിച്ച തടയണയാണ് ചീരക്കുഴി റെഗുലേറ്റർ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പഴയന്നൂർ, കൊണ്ടാഴി, പാഞ്ഞാൾ, ചെറുതുരുത്തി, ദേശമംഗലം എന്നീ 5 പഞ്ചായത്തുകളിലെ മുണ്ടകൻ കൃഷിക്ക് വേണ്ടി 40 കിലോമീറ്ററിലധികം നീളത്തിലുള്ള കനാൽ ശൃംഖലയും ഇതിന്റെ ഭാഗമായുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള സർവേ നടത്തുന്നത്. TCV ന്യൂസ്, തിരുവില്ലാമല. വലപ്പാട് സ്വദേശികളായ 4 പേരെ കാപ്പ ചുമത്തി നാടുകടത്തി. കോതക്കുളം സ്വദേശികളായ കാരേപ്പറമ്പിൽ ഹരികൃഷ്ണൻ, കണ്ണംപറമ്പിൽ നിഖിൽ, കാരേപ്പറമ്പിൽ ജിതിൻ, കാഞ്ഞിരപ്പറമ്പിൽ ഹരികൃഷ്ണ എന്നിവരെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. കാരേപ്പറമ്പിൽ ഹരികൃഷ്ണനെ കൊലപാതക കേസ് ഉൾപ്പെടെ 14ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. നിഖിലിന് വധശ്രമ കേസുകൾ ഉൾപ്പെടെ 12ഓളം ക്രിമിനൽ കേസുകളും, ജിതിന് 17ഓളം ക്രിമിനൽ കേസുകളിലും, ഹരികൃഷ്ണൻ 9ഓളം ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറാണ് ഉത്തരവിട്ടത്. കൊടകര ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന ചിയേഴ്സ് കപ്പ് ഓൾ കേരള 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ തൃശൂർ ലൂങ്സ് ക്രിക്കറ്റ് അക്കാദമി ജേതാക്കളായി. ശ്രീ കേരളവർമ്മ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന ഫൈനലിൽ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിനെ 6 വിക്കറ്റിനാണ് തൃശൂർ ലൂങ്സ് അക്കാദമി പരാജയപ്പെടുത്തിയത്. കലാശപ്പോരിൽ 3 വിക്കറ്റ് നേട്ടത്തോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ലൂങ്സിന്റെ ദേവപ്രസാദ് മത്സരത്തിലെ താരമായി. ടൂർണമെന്റിൽ 11 വിക്കറ്റുകൾ നേടി മികച്ച ബൌളറായി തിരഞ്ഞെടുത്ത ഇതൾ വടക്കാഞ്ചേരിയുടെ PS നവനീതാണ് ടൂർണമെന്റിലെ താരവും. തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിന്റെ സഞ്ജീവ് സതീശൻ മികച്ച ബാറ്ററായും, ലൂങ്സ് ക്രിക്കറ്റ് അക്കാദമിയുടെ സൽമാൻ യൂസഫ് മികച്ച വിക്കറ്റ് കീപ്പറായും, സഞ്ജൻ മികച്ച ഫീൽഡറായും തിരഞ്ഞെടുക്കപ്പെട്ടു. വിജയികൾക്കുള്ള ട്രോഫികൾ സമാപന ചടങ്ങിൽ വിശിഷ്ടാതിഥികൾ സമ്മാനിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കൌൺസിലർ സതീഷ്, ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സദാനന്ദൻ, ജോയിന്റ് സെക്രട്ടറി ലിയോ വിൻസെന്റ്, സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ KS രാംദാസ്, കേരളവർമ്മ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ശിവറാം, സ്പോർട്സ് കൌൺസിൽ അംഗം ശശി, BCCI ലെവൽ 2 കോച്ച് സലീം, ഭാരവാഹികളായ മോഹനൻ, നന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 17 ആരംഭിച്ച ടൂർണമെന്റിൽ സംസ്ഥാനത്തു നിന്നുള്ള 24 ടീമുകളാണ് പങ്കെടുത്തത്. കൗതുക കാഴ്ചയൊരുക്കി പ്രവാസിയായ കലാകാരന്റെ കരവിരുതിൽ പിറവിയെടുത്ത ഗരുഡ ശില്പം. നൂലുവള്ളി AKG നഗറിലെ കൂടപ്ലാക്കൽ പ്രകാശനാണ് ചെമ്പുച്ചിറ കുളക്കരയോട് ചേർന്നുള്ള ഇലഞ്ഞിത്തറയിൽ ഗരുഡ ശില്പം തീർത്തിട്ടുള്ളത്. 1.5 മീറ്റർ ഉയരമുള്ള ശില്പം ഇരുമ്പ് കമ്പികളും സിമന്റും മണലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ആദ്യം വീട്ടിൽ വെച്ച് ഇരുമ്പ് കമ്പി കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കി. പിന്നീട് കുളക്കരയിൽ കൊണ്ടുവന്ന് ഉറപ്പിച്ച് മണലും സിമന്റും കൊണ്ട് പൊതിയുകയായിരുന്നു. തുടർന്ന് മിനുക്കുപണികൾ നടത്തി ഇനാമൽ പെയിന്റ് കൊണ്ട് നിറം കൊടുത്തു. ഒരാഴ്ച സമയമെടുത്താണ് പ്രകാശൻ ജീവസുറ്റ ഗരുഡ ശില്പം പൂർത്തിയാക്കിയത്. 28 വർഷമായിട്ട് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ശില്പം ഇവിടെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ശില്പം ഇവിടെ ചെയ്തു. ഇത് വെച്ചാൽ ഞാൻ സ്റ്റാച്ചു ഉണ്ടാക്കാനായിട്ട് എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ക്ലേ കൊണ്ടൊക്കെ ഇങ്ങനെ സ്റ്റാച്ചുകളൊക്കെ ഉണ്ടാക്കായിരുന്നു. സ്കൂൾ പഠനകാലം മുതലേ ശില്പനിർമ്മാണത്തിൽ കരവിരുത് തെളിയിച്ചിട്ടുള്ള പ്രകാശൻ കഴിഞ്ഞ 28 വർഷമായി ഖത്തറിൽ ജോലി ചെയ്ത് വരികയാണ്. പ്രകാശന്റെ കലാലോകത്തേക്കുള്ള തിരിച്ചുവരവിനു കൂടിയാണിപ്പോൾ പൊതുസ്ഥലത്തെ ഗരുഡ നിർമ്മാണം വഴിയൊരുക്കിയിരിക്കുന്നത്. മുപ്പിളിയം കോടാലി റോഡരികിലെ ചെമ്പുച്ചിറ കുളക്കരയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനടുത്താണ് ശില്പം. അടുത്ത തവണ നാട്ടിലെത്തുമ്പോൾ ഇതിനടുത്തായി പെൻഗിന്റെ ശില്പം കൂടി നിർമ്മിക്കാനും ആഗ്രഹമുണ്ടെന്ന് പ്രകാശൻ പറഞ്ഞു. ഇനിയും ഇതേപോലെ ഓരോ രൂപങ്ങളും പല രൂപങ്ങളും ചെയ്യാനായിട്ട്, സ്റ്റാച്ചു ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ചെയ്യും. TCV ന്യൂസ്, കൊടകര.
ഹാഷിഷുമായി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ യുവാവ് അറസ്റ്റിലായി. ചാവക്കാട് ചക്കങ്കണ്ട സ്വദേശി കറുപ്പം വീട്ടിൽ ഷറഫുദ്ദീനാണ് അറസ്റ്റിലായത്. ഡൽഹിയിൽ നിന്ന് UPSനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ 80 ഗ്രാം ഹാഷിഷ് പൂവത്തൂരിലെ കൊറിയർ സ്ഥാപനത്തിലേക്ക് പ്രതിയുടെ പേരിലെത്തിയിരുന്നു. SHO ആന്റണി ജോസഫ് നെറ്റോ, SI വിനോദ്, ASI രമേശ്, CPOമാരായ അജയൻ, സൗമ്യ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ അരങ്ങേറുന്ന ലഹരി കൊലകൾക്കെതിരെ നിസ്സംഗത പുലർത്തുന്ന പിണറായി സർക്കാർ അധികാരമൊഴിയണമെന്നാവശ്യപ്പെട്ട് മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് EA ജോസഫിന്റെ മാരത്തോൺ പ്രഭാഷണം സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രഭാഷണം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മഹാസഖ്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി KA മഞ്ജുഷ, ജെയിംസ് ചിറ്റിലപ്പള്ളി, തോമസ് കരിപ്പായി, കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്തരവാദിത്വം, ചുമതല, കടമ അത് ഭരിക്കുന്ന ആളുകൾക്കുള്ളതാണ്. K9 സ്ക്വാഡും കൊടുങ്ങല്ലൂർ പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിൽ രാസലഹരിയും കഞ്ചാവുമായി 3 പേർ പിടിയിലായി. എറിയാട് SN നഗറിൽ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച MDMA, കഞ്ചാവ് എന്നിവയുമായി ചീനവളയത്ത് വിഷ്ണു, ഇയാളുടെ സഹായികളായ കാര എടമുട്ടത്ത് വീട്ടിൽ സൂരജ്, ചള്ളിയിൽ വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നും 3.3 ഗ്രാം MDMA, 35 ഗ്രാം കഞ്ചാവ്, ലഹരി വസ്തുക്കൾ തൂക്കി വിൽക്കാനുള്ള 4 ത്രാസുകൾ, സിപ്ലോ കവറുകൾ, ലഹരി കച്ചവടത്തിനായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തു. സബ് ഇൻസ്പെക്ടർ സാലിം, പ്രൊബേഷൻ SI വൈഷ്ണവ്, പോലീസ് ഉദ്യോഗസ്ഥരായ മിഥുൻ കൃഷ്ണ, വിഷ്ണു, അനിൽ തുടങ്ങിയവർ റെയ്ഡ് നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,990 രൂപ, പവന് 63,920 രൂപ, വെള്ളി ഗ്രാമിന് 106 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,326 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളത്തും അത്താണിയിലും ആനകളിടഞ്ഞു. കുന്നംകുളം തെക്കേപ്പുറം മാക്കാലിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ആനയിടഞ്ഞത്. അത്താണിയിൽ ഇടഞ്ഞ ആന വൈദ്യുതി തൂണും തെങ്ങും കുത്തിമറിച്ചിട്ടു. പത്മശ്രീ IM വിജയന് തൃശൂർ പൗരാവലിയുടെ സ്നേഹാദരം. തൃശൂരിന് മാത്രമല്ല കേരളത്തിനും ഇന്ത്യയ്ക്കും അഭിമാനമാണ് IM വിജയനെന്ന് K രാധാകൃഷ്ണൻ MP. തനിക്ക് ലഭിച്ചതിൽ ഏറ്റവും മികച്ച സ്വീകരണമാണ് തൃശൂരിൽ ലഭിച്ചതെന്ന് IM വിജയൻ. അതിരപ്പള്ളിയിൽ ഒരു കാട്ടാനയ്ക്ക് കൂടി പരിക്കേറ്റതായി കണ്ടെത്തി. ജനവാസ മേഖലയിലെ സ്ഥിര സാന്നിധ്യമായ ഏഴാറ്റുമുഖം ഗണപതിക്കാണ് പരിക്കേറ്റത്. പാലപ്പള്ളി ചൊക്കനയിൽ വീട്ടുമുറ്റത്ത് കാട്ടാനിയിറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. ചാവക്കാട് വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ചുമർ കുത്തി തുറന്ന് മോഷണ ശ്രമം. ബീച്ച് റോഡിലെ മായൻ ബേബി എന്ന സ്ഥാപനത്തിലാണ് മോഷണ ശ്രമം നടന്നത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണിക്ക് കൊടിയേറി. വേലൂർ മണിമലർക്കാവ് കുംഭഭരണി വേല വർണ്ണാഭമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.